അനുശോചനം അറിയിക്കാനുള്ള സമ്മാനം അനുശോചനം അറിയിക്കുവാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടി ഇതിന്റെ പക്കൽ പേര് നൽകണം. ഇപ്പോൾ കടമറ്റ സന്ദർശന സംഘത്തിന്റെ സെക്രട്ടറി ഇടവകമായ ശ്രീ വി രാജു അനുശോചനം അറിയിക്കുന്നു. ഏറ്റവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇടവകയിലെ ദേശവാസികളെ, സ്ഥാപനങ്ങളുണ്ട്. മരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയാസവും വിഷമവും തരുന്ന ഒന്നാണ്. എന്നാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണം ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അവസ്ഥയും പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ തീർച്ചയായും ദുഃഖിക്കുകയും കരയുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമ്മുടെ ആരാധന ക്രമത്തിൽ ചേർത്തിട്ടുള്ള കാര്യമാണ്. അഹരോൻ മരിച്ചപ്പോൾ മോശ എഴുതിയ ഒരു സങ്കീർത്തനമാണല്ലോ 90-ാം സങ്കീർത്തനം. കർത്താവേ, തലമുറയായി നീ ഞങ്ങളുടെ ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുന്നതായിട്ടുള്ള സങ്കീർത്തനത്തിൽ അതിന്റെ 11-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതുണ്ട്, നീ ഞങ്ങളെ ഉപദേശിക്കണമെന്നാണ്. ഇവിടെ നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജ്ഞാനം ഉള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിച്ച് എങ്ങനെയും കടന്നു പോകുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ പണ്ട് പറഞ്ഞതായിട്ടുള്ള സ്റ്റോയിക്കൻസ് പറഞ്ഞമാതിരി ജീവിച്ച് മരിക്കുക, മരണത്തോടുകൂടി എല്ലാം തീർന്നു എന്നുള്ള ഒരു വിശ്വാസായാലമല്ലല്ലോ നമ്മുടെ ആചാരം. മരണത്തിന് ശേഷം, ഒരു മാറ്റപ്പെടലിന് ശേഷം ഒരു നിത്യജീവൻ നമുക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവമകനായി ജീവിക്കുന്നവന് നിത്യജീവനും,
അല്ലാത്തവർക്ക് ന്യായവിധിയുമുണ്ട് എന്ന് നമ്മുടെ വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറേണ്ടത് ആവശ്യമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളൊക്കെയും നടക്കുമ്പോൾ പല സംഗതികളെ പറ്റി നമ്മൾ ചിന്തിച്ച് ഭാരപ്പെടുന്ന സമയങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ആശിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് വരുമ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ദൈവമേ കൈ രണ്ടും തുറന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പ്രതികൂലങ്ങളെ വന്ന് തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ ശക്തി നമുക്ക് ലഭിക്കണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തിയായിരിക്കണം, ദൈവീയ ശക്തിയായിരിക്കണം. മരണത്തെ പോലും വെല്ലുന്നതായിട്ടുള്ള ദൈവീയ ശക്തി നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിജീവിക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. നമ്മൾ ആചരിക്കുന്ന ഒരു വ്യക്തിയാണല്ല ഏബ്രഹാം ലിങ്കൻ. അമേരിക്കയുടെ പ്രസിഡന്റായിട്ടിരുന്നത് പ്രഗത്ഭനായിട്ടുള്ള ഒരു ആത്മീയായിരുന്നു, ഒരു വിശ്വാസിയായിരുന്നു. അടിമകളുടെ അടിമത്തത്തെ നിർത്തി അതിന് ഓർഡർ കൊടുത്ത ഒരു വ്യക്തിയാണ്. അതൊക്കെ നമുക്കറിയാം. എന്നാൽ അദ്ദേഹത്തിന്റെ തൊഴിലുകളെ പറ്റിയിട്ട് നമ്മൾ അധികം അറിയുന്നില്ല. 21ാമത്തെ വയസ്സിൽ തന്നെ അപ്പന്റെ വ്യവസായം, അതായത് ബിസിനസ് മുന്നോട്ട് നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നടത്തിക്കൊണ്ട് പോകുവാനുള്ള ശക്തി ഇല്ലാതെ വന്നപ്പോൾ പൊട്ടിപ്പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 24ാമത്തെ വയസ്സിൽ തന്നെ പത്നി മരണമടഞ്ഞ്, തന്നോട് കൂടെ ഉണ്ടായിരുന്ന തന്റെ ഭാര്യ മരണമടഞ്ഞു. ഏറ്റവും വലിയ സങ്കടത്തിലായി ആ മനുഷ്യൻ. 34ാമത്തെ വയസ്സിൽ അമേരിക്കൻ കോൺഗ്രസിലേക്ക് അദ്ദേഹം നിന്നു തോറ്റുകൂടി. തുടരെ വരുന്നതായിട്ടുള്ള തോൽവികളും അപജയങ്ങളും ബിസിനസ്സിലുണ്ടായിട്ടുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തെ വളരെ ബുദ്ധിമുട്ടിച്ചു. ഇനി ജീവിക്കണമോ എന്നുള്ള ചിന്താഗതി ഉണ്ടായി. ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഉത്തരം ലഭിക്കുന്നില്ല. ആത്മഹത്യ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ആത്മഹത്യ തീരുമാനപ്പെട്ട ഒരു ഡേറ്റ് ഒക്കെ തീരുമാനിച്ചു വെക്കുമ്പോൾ ഒരു പ്രകാശമായി അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ്, ഇതല്ല വഴി വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വീണ്ടും തന്നെ ബിസിനസ്സിലേക്ക് തിരിയുവാനായിട്ട് ആഗ്രഹിച്ചു. വീണ്ടും തോൽവിയുണ്ടായി. 44ാമത്തെ വയസ്സിൽ അമേരിക്ക വൈസ് പ്രസിഡന്റായിട്ട് നിന്ന് തോൽവിയുണ്ട്. അങ്ങനെ തോൽവിയിലേക്ക് പരാജയത്തിന്റെ അപജയത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോയ ഒരു മനുഷ്യനാണ് ഏബ്രഹാം ലിങ്കൻ. തന്നെ 52ാമത്തെ വയസ്സിൽ അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഒരിടത്ത് നമുക്ക് ഒരു തോൽവി ഉണ്ടാകുമ്പോൾ, നമുക്കൊരു സങ്കടം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു വ്യഥയുണ്ടാകുമ്പോൾ എല്ലാം വിട്ടറിഞ്ഞ് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടോ എന്ന് തന്നെ ദൈവത്തെ ചോദിച്ച് കുറ്റം പറഞ്ഞ് സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന മാറി നിൽക്കുന്ന ഒരവസ്ഥാഭേദം നമുക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഇതല്ല നിന്റെ വഴി ഇതല്ല. ആ വഴി അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തോട് ചേർന്ന് ഒന്ന് നടന്നേ പറ്റുള്ളൂ. മോശയുടെ ജീവിതത്തിൽ നമുക്കറിയാമല്ലോ. മോശ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതിനെ പറ്റി നമുക്കറിയാമല്ലോ. അങ്ങനെ പല വ്യക്തികളെയും ഇന്ന് നമുക്ക് ഉദാഹരണമായിട്ട് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ കാണുവാനുള്ള ഒരു സംഗതി, തീരുമാനിക്കുന്ന ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് നൽകി തരുന്നതായിട്ടുള്ള ആയുസ് ഫലവത്തായിട്ട് ഫലപ്രദമായിട്ട് ജീവിച്ച് തീർക്കുക. ഒരു നല്ല കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. മറ്റുള്ളവരുമായിട്ട് നല്ല ഇടപെടൽ നമുക്കുണ്ടായിരിക്കണം. നല്ല സഹവർത്തിത്വം നമുക്കുണ്ടായിരിക്കണം. അത് കുടുംബത്തിലായിരുന്നാലും വെളിയിലായിരുന്നാലും ഒരു ഭാര്യയായിരുന്നാലും ഒരു ഭർത്താവായിരുന്നാലും മക്കളായിരുന്നാലും ആരായിരുന്നാലും അവനവൻ ഇരിക്കേണ്ടതായിട്ടുള്ള ഇടത്തിൽ മാത്രമേ ഇരിക്കണം. നമ്മൾ ഇരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ ഇരിക്കുന്നില്ല എങ്കിൽ അവിടെ വേറൊരാൾ കയറി ഇരിക്കുമെന്ന് പറയുന്നതിൽ അതിശയമൊന്നുമില്ല. അപ്പോൾ ഉത്തരവാദിത്വങ്ങൾ ശരിയായിട്ട് നിറവേറ്റാൻ നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ ഉത്തരവാദിത്വം, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്, എന്നെ ഏത് താരന്താണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചത്, അതിന് വലിപ്പച്ചെറുപ്പമല്ല. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ശക്തിക്കും ഒത്ത വിധത്തിൽ ദൈവം നമ്മളെ തന്നിട്ടുണ്ട്. അത് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതലായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ദൈവം നമുക്ക് തരും. നമുക്കിങ്ങനെ സംഭവിച്ചു പോയി എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലിരിക്കരുത്. തുടരെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ വന്ന് ജീവിതത്തെ വന്ന് ആയിരിക്കുമ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള മനസ്സിന് ബലം ഉണ്ടാകണം. ദൈവത്തോടെ
ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ട ഈ കുടുംബത്തിനെ മാതാവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടായി. ആ സമയത്തൊക്കെയും നമ്മൾ ഓരോരുത്തരോടെ പോകുകയും പ്രാർത്ഥിക്കുകയും ഒക്കെയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇതിക്കുണ്ടായതായിട്ടുള്ള അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ പ്രിയപ്പെട്ട ആ മകള് എന്തുമാത്രം ശക്തിയോടുകൂടിയാണ്, എന്തുമാത്രം ആ കുടുംബത്തിന് വേണ്ടി ആ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, എൻ്റെ ഭർത്താവിനെ ആ കുടുംബത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തെല്ലാം വഴികളിൽ കൂടെ സഞ്ചരിച്ചു. എന്നാൽ സഞ്ചരിച്ച വഴികളൊക്കെയും ദൈവം കൂടെ ഇരുന്നു, ദൈവത്തിന് വഴി നടത്തി കൊടുത്തു. അങ്ങനെ മുന്നോട്ട് പോകുന്ന അപ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത പ്രയാസങ്ങളും വേദനകളും വരുമ്പോൾ അതിൽ കൂടെ ഈ ദൈവം എന്നെ പരീക്ഷിക്കുകയല്ല, എന്നെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുകയാണ് എന്നുള്ളത് മനസ്സിലായി. ശിവപ്രവചനത്തിൽ പറയുന്നത് അവൻ എന്നെ തിരഞ്ഞെടുത്ത് ചെത്തി ഒരുക്കി മിനുക്കി ഒരമ്പാക്കി അവന്റെ പൂണിയിൽ മറച്ചു വെച്ചുന്നുണ്ട്. അവനെന്നെ എടുത്ത് ഒരു തടിക്കെട്ടിനം എടുത്തു, അതിനെ ചെത്തി മിനുക്കി അതിനെ നല്ല ഒരു അമ്പാക്കിയതിന് ശേഷം എടുത്ത് എന്റെ പൂണിയിൽ മറച്ചു വെച്ചു. ദൈവങ്ങളെ, ദൈവത്തിന്റെ കൃപകളെ ഓർക്കണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഓർക്കണം. നമ്മൾ ജീവിക്കുന്നിടത്ത് വന്ന് ശരിയായിട്ടുള്ള ജീവിതം, ഇന്നത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും പറയാൻ വയ്യാത്ത രീതിയിൽ മുഖ്യോണ്ടിരിക്കുക. എങ്ങനെയോ ജീവിച്ച് തീർക്കണം, കൈ കിടക്കുന്ന കുറെ പൈസ ഉണ്ട്, എങ്ങനെയോ തീർക്കണില്ല. അതൊക്കെയാണ് അല്ല, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു ജീവിതമുണ്ട്, നമ്മളെ ചുറ്റിപ്പറ്റി ഒരു സമൂഹമുണ്ട്, എൻ്റെ വീട്ടുകാരുണ്ട്. അവരുടെ മുന്നിൽ ധന്യമായ ഒരു ജീവിതം നടത്തണം. എന്ത് പ്രതികൂലങ്ങളുണ്ട്, മരണമെന്ന് പറയുന്നത് പ്രതികൂലമല്ല കേട്ടോ. മരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടലാണ്. പിതാവിൽ വിശ്വസിക്കുന്നവർ പിതാവിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രവേശന കവാടമാണ്. അതെന്നെയാണ് നശിപ്പിച്ചു കളയെന്നാലും വിചാരിക്കുന്നത്. എല്ലാവർക്കും മരണമുണ്ട്. ആ സമയം നിശ്ചയിക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ 90 വയസ്സായിരിക്കാം, ചിലപ്പോൾ 100 വയസ്സായിരിക്കാം, ചിലപ്പോൾ 50 വയസ്സായിരിക്കാം. ആയിക്കോട്ടെ, ഏത് സമയമായിരുന്നാലും ഇവിടം വിട്ട് നമ്മൾ പോയേ പറ്റുള്ളൂ. എന്റെ ഇന്ന പോയല്ലോ എന്ന് വെച്ച് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല, പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ആ സ്ഥാനത്ത് ഞാൻ പോയി ഇതായിട്ട് പറഞ്ഞു, ഇനിയും ഞാൻ കരുതിയിട്ട് കാര്യമില്ല. ഞാൻ ഇതുവരെ കഷ്ടപ്പെട്ടൊക്കെ ഇരുന്നു, ഇനിയും ഞാൻ കരുതില്ല. ഇനിയും ഞാൻ അവിടെ പോയി അവരെ കണ്ടുപോകാം. നമ്മുടെ ആശയും നമ്മുടെ ലക്ഷ്യവും അതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിച്ചവർ നമ്മളെ അടുത്ത് പോകും. ആ പാത പിൻപറ്റുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മളെ നടത്തിയവരെ ഓർത്ത് അവർ നടത്തിയ വിധത്തിലേക്ക് ആ വഴിയിൽ കൂടെ നമുക്ക് ശ്രമിക്കും. ഇവിടെ സങ്കടത്തിന് അവകാശമില്ല, ഇവിടെ സന്തോഷിക്കേണ്ട ഒരു സമയമായി. അപ്പോൾ സന്തോഷിക്കേണ്ട ഒരു സമയം. കാരണം ഈ മാതാവ് പോയിരിക്കുന്നത് ഇന്നടത്താണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. അവിടേക്ക് പോയി ഞാൻ എൻ്റെ മാതാവിനെ, പിതാവിനെ, എൻ്റെ പ്രിയപ്പെട്ടവർ ഞാൻ ഇന്നലെ പോയി കാണും എന്നുള്ളതായിട്ടുള്ള ദൃഢവിശ്വാസം നമുക്കുണ്ടായിരിക്കണം. ഇത്രയും പറയുവാനുള്ള അവസരം തന്ന പ്രിയപ്പെട്ട ഭാരവാഹികൾക്കുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെതായിട്ടുള്ള അനുശോചനം ഇപ്പോഴും എൻ്റെ സെൻറ്ററിൻ്റെതായിട്ടുള്ള അനുശോചനത്തെ അടുത്തതായിട്ട് കർണാടക സീരിയസിനെ കുറിച്ച് സെക്രട്ടറി ശ്രീമതി മീ സൈൻ ബ്രാൻഷോ പറഞ്ഞു. ഏറ്റവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, കുഞ്ഞുങ്ങളുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ, ദൈവജനം, നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിനുള്ള സ്നേഹമുണ്ട്. കുഞ്ഞമ്മയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ വിജയുടെ പപ്പ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. അന്ന് മുതൽ വളരെ പ്രയാസപ്പെട്ട് കഷ്ടം അനുഭവിച്ച് മകനെ വളർത്തി ഇതുവരെയാക്കി. അമ്മാമ്മയ്ക്ക് ശാരീരികമായ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സേവാസംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ അമ്മാമ്മ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു. അമ്മാമ്മയ്ക്ക് എല്ലായിടത്തും എല്ലാ വീടുകളിലും കയറി ഇറങ്ങുവാൻ ശാരീരികമായ ബുദ്ധിമുട്ടുള്ളതിനാൽ അടുത്തുള്ള വീടുകളിലൊക്കെ വളരെ താല്പര്യത്തോടെ
മകളുടെ വീട്ടിൽ എന്നാണ് സേവ്യ സംഘം എന്ന് വരെ അന്വേഷിച്ച് വളരെ താല്പര്യത്തോടൊക്കെ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വന്ന് പങ്കെടുക്കുമായിരുന്നു. ഇടവകയിൽ ആരാധനയിലും എല്ലാം വളരെയേറെ പങ്കെടുത്തിരുന്ന ഒരു അമ്മാമയാണ്. അമ്മാമ സേവ്യ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല കൈത്താങ്ങുകൾ പ്രാർത്ഥനയാലായും കൈത്താങ്ങുകൾ നൽകിയിരുന്നു. അമ്മമ്മയുടെ ഓർമ്മ ശരിയാവുകയാണെങ്കിൽ 2 മാസം മുമ്പ് വളരെ പ്രയാസത്തിലൂടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥ വന്നിരുന്നു. അപ്പോൾ പ്രിയ മരുമകൾ ആൻസി വന്ന് വളരെ നല്ല ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയ മകൾക്കും ഇടയായി. നല്ല ശുശ്രൂഷ ആരോഗ്യത്തോടെ കണ്ട് ആൻസിക്ക് മടങ്ങി പോകുവാനായിട്ടും ദൈവം ഇടയാക്കി. പ്രിയ അമ്മമ്മയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും കടമനിട്ട ശാലയും സേവ്യ സംഘത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ സേവ്യ സംഘത്തിൻ്റെ നാമത്തിലുള്ള ബ്രീത്ത് സമർപ്പിക്കുന്നതാണ്. ട്രസ്റ്റിയോടൊപ്പം തന്നെ സേവ്യാസനങ്ങൾ എല്ലാവരുടെയും മുമ്പോട്ടുണ്ടാകും. ട്രസ്റ്റ് ബ്രീത്ത് സമർപ്പിക്കുമ്പോൾ സേവ്യാസനങ്ങൾ എല്ലാവരുടെയും പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും മുമ്പോട്ടുണ്ടാകും. എല്ലാവരും ഒന്നാണ് സേവ്യാസനങ്ങൾ എല്ലാവരും ഒന്നാണ്. അടുത്തായിട്ട് ഇടവയ്ക്ക് വേണ്ടി ഇടവ സെക്രട്ടറി ശ്രീ കേവലമാണ് സമർപ്പിക്കേണ്ടത്. അദ്ദേഹത്തിന് അത്യാവശ്യത്തിൽ പോകുന്നതുകൊണ്ട് ഭവനത്തിൽ വന്ന് കുടുംബാംഗങ്ങളെ ആശംസിക്കുകയും ചെയ്തു. സെക്രട്ടറി അസ്ഥാനത്തും ശ്രീ കെ.ഒ. മാറ്റി അനുശോചനം അറിയിക്കും. സെക്രട്ടറി അസ്ഥാനത്തും അക്കൗണ്ട് ട്രസ്റ്റ് ശ്രീ കെ.ഒ. മാറ്റി അനുശോചനം അറിയിക്കും. വീടുകളിലൂടെ വിജയിക്കായിരിക്കുന്ന ബഹുമാനപ്പെട്ട ആർത്തി ബ്രഹ്മൻ, ബഹുമാനപ്പെട്ട യു.ടി.ജി. ജോർജ്, പ്രിയപ്പെട്ട അമ്മാവരുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് മകൻ രുചി, ആൻസി, കുഞ്ഞുങ്ങൾ, ഏവർക്കും കർത്താവിൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ ഇടവകയിൽ സെന്റ് തോമസ് പ്രാർത്ഥനായോഗത്തിൽ ഉൾപ്പെട്ട പടിഞ്ഞാറ് ചെരുവിൽ മറിയാമ്മ തോമസ് കുഞ്ഞിയമ്മ 72 വയസ്സ് ഈ ഡിസംബർ മാസം 3-ാം തീയതി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. പ്രിയപ്പെട്ട അമ്മാമ്മ കൗമും പറയാം കൊച്ചവർക്ക് കുടുംബാംഗമായി പടിഞ്ഞാറ് ചെരുവില് ശ്രീ ജി തോമസ് ബാബു സാറിൻ്റെ സഹധർമ്മിണിയായിട്ടാണ് ഈ പ്രദേശത്ത് ഈ കുടുംബത്തിലേക്ക് അമ്മ കടന്നു വരുന്നത്. ആ കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രിയപ്പെട്ട ജോർജാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ പ്രദേശത്ത് വന്ന് താമസം ആരംഭിച്ചത്. എന്നിട്ട് നമ്മൾ പറയുന്നത് ചെങ്ങന്നൂർക്കാരൻ ജോർജാൻ എന്നാണ്. ഈ ദേശത്ത് വന്ന കാലം മുതൽ ഈ ഇടവകയുമായിട്ട് ഇടവകയുടെ എല്ലാ സംഘടനകളുമായിട്ട് വളരെ നല്ല കൂട്ടായ്മ ബന്ധം പുലർത്തിയിരുന്ന ഒരു കുടുംബമാണ് പടിഞ്ഞാറേച്ചേരി കുടുംബം. ആ കുടുംബത്തിലെ എമ്മാമ്മയുടെ ഭർത്താവ് ബാബുസാന്റെ സഹോദരൻ പാപ്പച്ചായന്റെ മകനാണ് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ജോബി പി ജോർജ്. അപ്പോൾ നമുക്കറിയാം ഈ ഇടവക ഈ കുടുംബം സഭയോടും സഭയോടും എത്രമാത്രം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്രകാരം വളരെ
നല്ല മാതൃകയുള്ള ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുമ്മ. നമുക്ക് ഏവർക്കും അറിവുള്ളതുപോലെ പ്രിയപ്പെട്ട ബാബുച്ചായൻ BSFിൽ സേവനം അനുഷ്ഠിക്കുന്ന കാലത്ത് 1976 അവിടെ വെച്ച് രോഗബാധിതനായിട്ടാണ് മരിച്ചത്. അതിനു മുമ്പുള്ള അവധിക്ക് പ്രിയപ്പെട്ട ബാബുച്ചായൻ നാട്ടിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ ഈ ചുറ്റുപാടിൽ നമ്മുടെ ഇടയിലുള്ള പല ഭവനങ്ങളും സന്ദർശിച്ച് സന്തോഷത്തോടെ കടന്നുപോയത് ഞാൻ ഓർക്കുന്നു. 1974 എന്ന് പറയുമ്പോൾ അമ്മാവയുടെ വളരെ ചെറുപ്പകാലം തന്നെ വലിയ ദുഃഖം ഏർപ്പാടിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയതാണ്. എന്നാൽ ദൈവത്തിലുള്ള ഏറെ വിശ്വാസം, ഏറെ പ്രത്യാശ, ഉറപ്പ് അത് എൻ്റെ മകളുടെ ജീവിതത്തിൽ വളരെ ധൈര്യമാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, പ്രിയപ്പെട്ടവരുടെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാനായിട്ട് ദൈവം എൻ്റെ ദാസിയെ ബലപ്പെടുത്തി. കുടുംബകാര്യങ്ങളോടൊപ്പം തന്നെ ഇവിടെ സേവികാസംഘത്തിൻ്റെ സെക്രട്ടറി ഓർപ്പിച്ചതുപോലെ ഇടവകയിലെ എല്ലാ ആത്മീയ കാര്യങ്ങളിലും ഇടവകയിലെ എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് അമ്മാമ പങ്കെടുത്തിരുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം, ഏക മകനാണ് പ്രിജിക്ക് ഇടയിൽ ശാരീരികമായ പ്രയാസമുണ്ടായി. അതിൻ്റെ നടുവിലൊരു അപകടമുണ്ടായി. എന്നാൽ ഇതിൻ്റെ ഒത്ത നടുവിൽ വിശ്വാസത്തിൽ വ്യതിചലിക്കാതെ ദൈവത്തെ നോക്കി പ്രത്യാശയോടെ നിൽപ്പാൻ ദൈവത്തിൻ്റെ മകൾക്ക് ഇടയാണ്. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധി, വേദനകളൊന്നും ഉണ്ടാകാം. എന്നാൽ നമുക്ക് നല്ലൊരു മാർഗമാണ്. എൻ്റെ ദൈവം എനിക്ക് നല്ലവരാണ്, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്, ദൈവം കൂടെ എന്നുള്ള ഒരു ഉറപ്പ് ധൈര്യവും എൻ്റെ മകൾക്കുണ്ടായി. എനിക്ക് ശാരീരികമായിട്ട് ആകുന്ന സമയം വരികയും ഈ ദേവാലയത്തിൽ വരികയും ഈ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കുകയും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുകയും ഒക്കെ ചെയ്തു. ആ ഭവനത്തിൽ പല സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് താമസിക്കുമ്പോൾ തന്നെ പല സന്ദർഭങ്ങളിൽ എൻ്റെ ചെറുപ്പത്തിലാണ് അവിടുത്തെ കൂട്ടായ്മയിലൊപ്പം പങ്കെടുത്ത് നല്ല ഓർമ്മകൾ എനിക്ക് ഇന്നുമുണ്ട്. ഈ രണ്ടുപേരുടെയും കൂടെ കൂടുതൽ വഴിയുണ്ടായിരുന്നു. അവിടെ ആയിരുന്നു കുടുംബം. ആ കുടുംബത്തിലൊക്കെ പ്രാർത്ഥനയെ സംബന്ധിച്ച് ആ ഒരു വലിയ നല്ല മാതൃകയുള്ള ഒരു അമ്മയായിരുന്നു ഇന്ന് നമ്മുടെ ഇടവകയിൽ വേർപെട്ടുകൊണ്ടിരിക്കുന്നത്. രോഗപ്രകാരം നമ്മുടെ ഇടവകയിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്നില്ല, നമ്മുടെ പ്രിയപ്പെട്ടവർ വേർപ്പെട്ടിരിക്കുന്നില്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ മുന്നിൽ വാങ്ങിപ്പോയവരെ നമ്മുടെ താമര മൗത്ത പ്രത്യക്ഷതയും വീണ്ടും കാണാവുന്നൊരു വലിയ പ്രത്യാശ നമുക്ക് ഏവർക്കും സമർശിതനായിരുന്നു തന്നിട്ടുണ്ട്. ആ പ്രത്യാശയോടുകൂടി പ്രിയപ്പെട്ട അമ്മാമയെ നമുക്ക് യാത്ര അയക്കാം. ദുഃഖത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവശക്തനായ ദൈവം ആശ്വാസവും സമാധാനവും പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഇടവകയ്ക്ക് വേണ്ടി ഇടവകയിൽ സംഘടനയായ ഇടവക മിഷൻ, വയോജന കൂട്ടായ്മ, യുവജന സംഘം, സൺഡേ സ്കൂൾ, ഗായക സംഘം എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഇപ്പോൾ ആദരവായിട്ട് ഇടവകയുടെ അധ്യക്ഷയും കമ്മിറ്റിക്കാരും ചേർന്ന് അറിയിച്ച് സമർപ്പിക്കുന്നു. ക്രൈസ്താനിസം എല്ലാവരും മുമ്പോട്ട് പോകണം. ക്രൈസ്താനിസം എല്ലാവരും കൂടി പങ്കെടുത്ത് മുമ്പോട്ട് പോകണം. പ്രശ്നം സമർപ്പിക്കുമ്പോൾ ക്രൈസ്താനിസം ഞങ്ങൾ എല്ലാവരും തന്നെ മുമ്പോട്ട് പോകണം. കുടുംബാംഗങ്ങളെ പ്രതീക്ഷിച്ച് നന്ദി പ്രകാശിപ്പിക്കാണ് ബഹുമാനപ്പെട്ട ജോർജ് ജോർജ് സെക്രട്ടറി.
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനമുള്ള ദൈവത്തിൻ്റെ പൊസിഷൻ, ആത്മീയ പ്രഭാവശൻ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് വളരെ പ്രയാസമാണ്. ഞങ്ങൾ ഒത്തിരി പ്രായമുള്ള മാതാപിതാക്കളൊക്കെ യാത്രയായിരിക്കുന്ന ആളുകളും ഞങ്ങൾക്ക് പലപ്പോഴും ദുഃഖം തോന്നുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഇനിയും ഞങ്ങളുടെ നല്ലത് ആഗ്രഹിക്കാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ആളുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഉള്ള വേദനയോടുകൂടിയാണ് പലപ്പോഴും മാതാപിതാക്കളുടെ പ്രായമുള്ള മാതാപിതാക്കളുടെ യാത്രയായിരിക്കും. പ്രത്യേകിച്ച് ഈ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിൽ കടന്നു നിൽക്കുകയാണ്. ഞങ്ങളുടെ ചെറുപ്രായം മുതൽ ഞങ്ങളെ ശ്രദ്ധിക്കുകയും ഞങ്ങളെ മനസ്സിലാക്കുകയും നിശബ്ദമായി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട മാതാവ്. ഞാൻ നേരത്തെ ഓർത്തതുപോലെ ഞങ്ങളുടെയൊക്കെ നല്ലത് ആഗ്രഹിച്ച ഒരു മാതാവാണ്. ഞാൻ അവസാനമായി ഈ പ്രിയപ്പെട്ട അമ്മശ്ശേരി ചെന്ന് അടുത്ത് കണ്ടപ്പോൾ ഞങ്ങൾ സംസാരിച്ചു മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ്. അതിന് മുമ്പ് ഏത് നിമിഷവും എന്നെ കണ്ടാൽ മോനെ എന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കുകയും യാതൊരു സമയത്താണ് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്തു. പ്രത്യേകിച്ച് ഒരു പ്രയാസം, നമ്മുടെ വീട്ടിലെ ഒരു പ്രസൻസ് നഷ്ടപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദന അതത്ര ചെറുതല്ല. നമ്മൾ വിചാരിക്കുന്ന ഇയാൾ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങളുടെ വീടുകൾ ചെയ്യുന്നില്ല എന്നാണ് നമ്മുടെ ഒരു ധാരണ. എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ നഷ്ടം അദ്ദേഹം ഇല്ലാതെയാകുമ്പോൾ നമുക്ക് തിരിച്ചറിയും. ഞങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാക്കാനാണ് സാധിക്കും. ഓരോ വീടുകളിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഒരു പഠന ശുശ്രൂഷയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ എൻ്റെ പ്രിച്ചാസിനോട് അടുത്ത് അത് കഴിഞ്ഞിട്ട് ഒരു മകനെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്നെ തന്നെയാണെന്ന് എനിക്ക് ധൈര്യത്തോടെ പറയാം. കാരണം വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ ഈ മാതാവിനോട് ചേർന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണമിടപാട് മുതൽ ബാങ്കിലെ പാസ്ബുക്ക് മുതൽ സ്വർണം മുതൽ ATM കാർഡ് മുതൽ എല്ലാം എന്നെ ഏൽപ്പിക്കാൻ പൂർണ്ണമായ വിശ്വാസമാണ്. ആശുപത്രികളിൽ കിടന്നതിന് മുമ്പ് എൻ്റെ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് PG ഒക്കെ പഠിക്കുന്ന സമയത്ത് ആശുപത്രി ചേർന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചില സമയങ്ങളിൽ ചില രാത്രികളിലൊക്കെ മനസ്സ് തുറന്ന് സംസാരിച്ചത് എനിക്ക് ഓർക്കുന്നില്ല. നമുക്ക് തുറന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പ്രിയപ്പെട്ട ബാബുശാൻ, എനിക്ക് എൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠതയെ കുറിച്ച് എനിക്ക് വലിയ ഓർമ്മയില്ല. നമുക്ക് മനസ്സിലാക്കാം. ഈ പറഞ്ഞ കേട്ട അറിവേ ഉള്ളൂ. പക്ഷെ പറഞ്ഞ ചെറിയ ഒരു നേരിയ ഒരു ചരിത്രം കൃത്യമായി പറഞ്ഞു. ഞങ്ങൾ ചെങ്ങന്നൂന്ന് വന്ന് താമസിക്കും. ഇപ്പോഴും ചെങ്ങന്നൂർ എൻ്റെ കൊച്ചുമോനെന്ന് പറഞ്ഞാൽ ഈ പള്ളി ആളുകളെ എന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് എന്നാൽ ആ ദേശത്ത് നിന്ന് വന്ന് ഈ ദേശത്തോട് ചേർന്നിരിക്കുവാൻ ഈ വിദേശം ഞങ്ങളെ സ്നേഹിച്ചതുമൊക്കെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഭവനം കടന്നുപോയി. ഒരു കാര്യം പറഞ്ഞ് എൻ്റെ ആദ്യ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇത് ഓർത്തല്ലോ, ചെറിയ പ്രായമില്ല, ഒരു മുന്നേ തന്നെ പിതാവ് ലോകത്തോട് യാത്രയാണ്. ഒരു മനുഷ്യായുസ് ഒരു മകന് വേണ്ടി ഹോമിച്ച മാതാവല്ലേ. ഇന്ന് ചെറുപ്രായത്തിലൊക്കെ വിധവകളാകുന്ന അല്ലെങ്കിൽ നിലയെ തിരിച്ച് സംഭവിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കും ഇനി ഒരു വിവാഹത്തിന് വേണ്ടി. വാസ്തവത്തിൽ ലോകപ്രകാരം നോക്കുമ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും ഈ മാതാവ് അനുഭവിച്ചിരിക്കുന്നു. പ്രയാസങ്ങളിലൂടെ തനിയുള്ള ജീവിതമാണ്
നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉണ്ടെങ്കിലും വാസ്തവത്തിൽ തനിയെ ജീവിക്കുന്നവരുടെ ആത്മസംഘർഷം എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ഞങ്ങളൊക്കെ പല മാതാപിതാക്കൾ കാണാൻ പോകുമ്പോൾ ഇന്ന് പറഞ്ഞ കാര്യമാണ് അടുത്ത ദിവസം പറയും, ശബ്ദമായി കേൾക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യായുസ് ഒരു മകന് വേണ്ടി ഹോമിക്സ് അത് നമ്മൾ പറയുന്ന സുവിശേഷതയിൽ അച്ഛൻ പോയി അല്ലെങ്കിൽ പല കാര്യങ്ങളും അല്ല, നമ്മളൊക്കെ ദൈവത്തിനായിരിക്കുന്ന ഉത്തരവാദിത്വം ഭംഗിയായി ചെയ്യാൻ സാധിച്ചാൽ ദൈവത്തോട് നിങ്ങൾ ചെയ്യുന്ന സുവിശേഷതയാണ്. കുടുംബ ജീവിതത്തിൽ ഭർത്താവായി, ഭാര്യയായി, മരുമകളായി, അമ്മയായി ഒക്കെ കഴിയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഈ സുവിശേഷതയാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഈ ദൈവിക പദ്ധതി അറിയാതെ നമ്മൾ പങ്കുകാരായി തീരുകയാണ്. അങ്ങനെ ചെയ്ത ഒരു മാതാവാണ് ഇവിടെ ഇന്ന് അവസാന യാത്രയ്ക്ക് വേണ്ടി വരുന്നത്. പ്രിയപ്പെട്ട കുടുംബം, പ്രത്യേകിച്ച് ശാരീരികമായ പ്രയാസങ്ങളല്ല. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഒന്നും അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളുടെ ഓടി വരുന്നതിനൊക്കെ പ്രയാസം ഭംഗിയായിട്ട് ചെയ്യും. അനുസരിച്ച് വരുന്ന സമയങ്ങളിലൊക്കെ ഭംഗിയായി മാതാവിനെ നോക്കി പ്രത്യേകമായുള്ള സ്നേഹം അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏറ്റവും അതിശയിപ്പിക്കുകയും എനിക്ക് ഒരു ജീവിതത്തിൽ അല്പം കൂടി തെളിച്ചോ ഒക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് നന്ദി പറയും. പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽപ്പക്കത്തെ ആളുകൾ മറ്റാരുമല്ല, ദിലീന്ദ്രപ്രസാദങ്ങളുണ്ട്. ഏത് സന്ദർഭങ്ങളിലും ഏത് പാതിരാത്രിയിലും എവിടെ ആശുപത്രിയിൽ പോകണമെന്ന് വിചാരിച്ചാൽ അതെല്ലാം എന്ത് പരിപാടിയുണ്ടെങ്കിലും അതെല്ലാം ജോലിയുള്ള ആളാണ്, അതെല്ലാം മാറ്റി വെച്ച് ഇവിടെ പോയി സംഘവനീശി പറഞ്ഞ ആളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്യും. പെട്ടെന്ന് നമുക്ക് പറയാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനോട് ചേർന്ന് ഇതിന് കൂട്ടാൻ വെക്കാൻ പോലും ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് സഹായിക്കുന്ന പ്രിയപ്പെട്ട ഒരമ്മ. ഞാനൊരു ദിവസം വിളിച്ചപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, പൊടിയമ്മാമ വന്ന ഈ മാതാവിനെ കുളിപ്പിച്ചിട്ട് അറിയാൻ വയ്യ. ശരിയാണോ? ആയിരിക്കണം. പൊടിയമ്മമാരുടെ അവസ്ഥ ഇപ്പം നമുക്കറിയാം, വിശ്വസിക്കാൻ പാടില്ല. ഇന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് അയൽപ്പക്കത്തെ ആളുകൾ ഞങ്ങളുടെ ഭവനം വാസ്തവത്തിൽ മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോൾ ഞങ്ങളൊക്കെ പലയിടത്തിൽ ഇതുപോലെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും തീർച്ചയായും ദൈവം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പങ്കുകാരായി തീരുവാൻ നിങ്ങൾ പ്രത്യേകം ഉത്സാഹിച്ച പ്രത്യേകിച്ച് ഞങ്ങളുടെ അയൽപ്പക്കത്തെ ആളുകളോട് എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കും. പല കാര്യങ്ങളിൽ പല ആളുകളെ സഹായിച്ചു പ്രത്യേകമായുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കും. പ്രത്യേകിച്ച് ഈ ഇടവകാരെ പ്രിയപ്പെട്ട വികാരിയേശൻ, ഞാൻ അന്ന് വൈകിട്ട് ഓടിയെത്തുമ്പോൾ സാധാരണ വികാരിയേശന്മാരുടെ മോർച്ചറിയിൽ സാധാരണ വരുന്ന പങ്കുകളൊന്നും അങ്ങനെ വലുതായില്ല. പ്രിയപ്പെട്ട അച്ഛൻ വളരെ നേരത്തെ അവിടെ വന്നു. ഇന്നും ഞാൻ നോക്കിയപ്പോൾ വളരെ നേരത്തെ പ്രിയപ്പെട്ട അച്ഛൻ ഈ കുടുംബത്തോട് ചേർന്ന എല്ലാ കാര്യങ്ങളിലും വളരെ ശക്തമായി എല്ലാ ക്രമീകരണങ്ങളും ചെയ്യാനായിട്ട് അച്ഛൻ ഉത്സാഹിച്ചു. പ്രാർത്ഥനയിലോർത്തു കൂടെ നിന്നും പ്രിയപ്പെട്ട അച്ഛനോട് മോർച്ചറിയോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രായം അച്ഛൻ്റെ കാര്യങ്ങളിലും നമുക്കറിയാം. ഇന്നും ഈ ശുശ്രൂഷയ്ക്ക് ഇത്ര നേരം ശാന്തമായിട്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് മുഖത്ത് നൽകുവാനായിട്ട് അച്ഛൻ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള ഞങ്ങളുടെ കുടുംബത്തിനുള്ള സ്നേഹവും ആത്മാർത്ഥതയും ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ചുമതലക്കാർ എല്ലാവരും ആ മോർച്ചറിയിലുണ്ടായിരുന്നു. നിങ്ങളൊക്കെ നിൽക്കുന്ന ആളുകളാണല്ലോ. ഞങ്ങൾ പല ഇടവകളിലെ പല കാര്യങ്ങളും നമുക്കറിയാം. ഒരു ആ സമയം മുതൽ അവിടെയുണ്ട്. ഇനി നിമിഷം വരെ നിങ്ങളോടുണ്ട്. ഇടവകയിലെ ചുമതലക്കാർ, സംഘടനകൾ എല്ലാവരോടുമുള്ള നന്ദിയും ആത്മാർത്ഥതയും സ്നേഹവും അറിയിക്കും. പ്രത്യേകിച്ച് മുദ്രാദികൾ പ്രിയപ്പെട്ടവർ, വ്യത്യസ്ത കാര്യങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുകയാണ്. എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പള്ളിയിലെ ശുശ്രൂഷകളായിരിക്കുന്ന പ്രിയപ്പെട്ട സൈമൻഷൻ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യുന്നു. പ്രത്യേകമായുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഞാനൊന്നും പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്ന് പറയാനായിട്ട് വന്ന ആളല്ല. അതുകൊണ്ട് അത് ചിലപ്പോൾ ഒരു പക്ഷേ ചില പേരുകളൊക്കെ വിട്ടുപോയിട്ടുണ്ടാകും.
എല്ലാവരോടുള്ള നന്ദി സ്നേഹവും പ്രാർത്ഥനയിൽ വീണ്ടും ക്ഷണിക്കുന്നു. അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇതുപോലെ ലോകത്തിൽ കടന്നു പോകും. ഇതൊരു സന്ദേശമാണ്. ഞാൻ പലപ്പോഴും ഉത്തരവാദിത്തത്തോടെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച സുവിശേഷതയിൽ പങ്കുകാരായി തീരുവാൻ കർത്താവിന്റെ ഒരു സഹായം. ഇപ്പോൾ ദേവാലയത്തിലെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട വലിയ റവറൻ മുന്നോട്ട് നടത്തുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം. പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചതും പോലെ ചെങ്ങന്നൂരിൽ നിന്ന് ജോർജ് കുടുംബമായി പൈതങ്ങളുമായിട്ട് വന്ന വാർത്ത ഞാൻ 1970 പഠിക്കുന്നതിനും തുടർ പഠനത്തിനും ശുശ്രൂഷയ്ക്കായിട്ട് നാട് വിട്ടു പോകുന്ന 1970. അതിനു മുൻപ് ഞങ്ങളുടെ പിതാവ് അതിലൂടെ പ്രിയപ്പെട്ട ജോർജായുടെ വസ്തുവിനോട് ചേർന്ന് കിഴക്ക് ഭാഗത്തുള്ള വസ്തു വാങ്ങിച്ചിരുന്നതും അവിടെ പോയിരുന്നതും അവിടെ ചെന്നിട്ട് ജോർജായുടെ വീട്ടിൽ അന്ന് വർഷങ്ങൾക്ക് മുൻപ് ആ ഭവനത്തിൽ പോയി വിശ്രമിച്ചിട്ടുള്ളതും ആ വസ്തുവിനകത്തും ശ്രദ്ധിച്ചിരുന്നതും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. അന്ന് ആ ഭവനത്തിൽ നിന്ന് ലഭിച്ചതായ സ്നേഹം ഇന്നും സമൂഹത്തിന് ലഭിക്കുന്നു, ഇടവകയ്ക്ക് ലഭിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ അനുഭവം സാക്ഷ്യവും. എന്നെ വിട്ട് പോയി കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ വീടുകളിലൊന്നും വരുവാനോ പോകുവാനോ കാണുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു കുറവ് എൻ്റെ ഭാഗത്ത് ഉണ്ട്. ആ പരിമിതികളൊക്കെ അതിജീവിച്ചതിന് ഈ പ്രിയപ്പെട്ട ദാസയുടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ ഞങ്ങളും കുടുംബമായി പങ്കുചേരുന്നു. അന്നത്തെ നല്ല നാളുകൾ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിച്ചു സഭയ്ക്ക് ഒരു പട്ടക്കാരനെ നൽകി അനുഗ്രഹിച്ചു എന്നുള്ളത് നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഈ പ്രിയ മാതാവിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിലായിരുന്നു മക്കൾക്കെല്ലാവർക്കും സ്വർഗീയ സമാധാനവും ആശ്വാസവും നൽകി ആശ്വസിപ്പിക്കട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ആരംഭിക്കാം. ഇപ്പോൾ ജനങ്ങൾ ഇരുന്നുകൊണ്ടാൽ മതി. ഏവെങ്കിലും വായിക്കാൻ സമയത്ത് എഴുന്നേൽക്കാം എന്ന് പറയും. ആ സമയത്ത് എഴുന്നേൽക്കാൻ മതി എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞു. നിങ്ങളവിടെ എഴുതുന്നുണ്ടായിരുന്നു. എല്ലാവരും പരിശുദ്ധർക്കും സ്തുതി.
മരണമോനെ വിളിച്ചു വേർതിരിക്കുന്ന നാസിയുടെ ശവസംസ്കാരത്തിൽ സമയം നിന്റെ കരുണയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയ്ക്കും സന്തോഷങ്ങളുടെ പന്തികളുടെ വാസ്തവം സൗഖ്യമായി നൽകണമേ. അവസാനത്തോളം നോക്കുമ്പോൾ നീ എഴുന്നേൽക്കുകയും ഭൂതലത്തെ നീയോ ഞാൻ ഇരിക്കുകയും ഓരോരുത്തരും യോഗ്യമായിരുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ മക്കളാൽ ഞങ്ങളോട് ശേഖമായി ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവുമായി സ്തുതി സ്തോത്രങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാന്യഭൂമാക്കുകയും എല്ലായ്പ്പോഴും നിരന്തരം കരുതുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ആശയറ്റവരുടെ പ്രത്യാശയും ഭൂമിയുടെ അന്തർഭാഗങ്ങൾ കിടക്കുന്നവരെ ഉയർത്തുന്നവരും നിദ്ര പ്രാപിച്ചിട്ടുള്ള എല്ലാവരെയും പാതാളത്തിന്റെ അന്ധകാരവരെത്തുന്നു. മരണവിധിയാൽ നശിച്ചുപോയവരെ പുനരുദ്ധാനങ്ങളുടെ നവീനമാക്കിയിരിക്കുന്നവരും പാപത്തിന്റെയും നാശത്തിന്റെയും മരണത്തിന്റെയും കീഴിൽ വീണുപോയിട്ടുള്ളവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകിയവരുമായ മശിഹാ തന്റെ ദാസിയുടെ സംസ്കാരം ശിക്ഷണക്കുന്ന ഈ സമയത്തും നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനയോഗ്യമായിരിക്കുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഉയർപ്പിക്കുന്നവനും പ്രാർത്ഥനയേക്കുന്നവനും അതിൽ നിന്നവനും കാരുണ്യവുമായ എന്റെ പ്രകാരം നീങ്ങിപ്പോയിരിക്കുന്ന സംസ്കാരത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾ കഴിക്കുന്ന ഈ ശുശ്രൂഷയോടെ ഓർക്കണമേ. കർത്താവേ, നിന്റെ ദാസിയെ സമാധാനത്തോടെ നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തിൽ നിന്റെ കൽപ്പനകൾ പ്രമാണിച്ചിട്ടുള്ള എല്ലാ പുണ്യവതികളോടും വിശുദ്ധതയോടും കൂടെ ചെയ്യുകയും മാലാഖമാരോട് കൂടെ ആനന്ദിക്കുകയും ചെയ്യും. വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും കരുണ്യവാനും വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും സന്തോഷപരിപൂർണമായ വെളിച്ചത്തിന്റെ കൂടാരത്തിലും വേദനകളും ദുഃഖങ്ങളും ദീർഘശ്വാസമില്ലാത്ത സ്ഥലത്തും ആശ്വാസത്തിന്റെയും പാളത്തിലും വസിക്കുകയും പുതിയ സ്തുതിയുടെ ആത്മീയ സന്തോഷത്തിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. മനസ്സുള്ള കർത്താവേ, സന്നിധിയിൽ പാപമോചനവും നിന്റെ കൂടുതലാണെന്നറിയാതെയും മനസ്സോട് മനസ്സ് കൂടാതെയും ഞങ്ങൾ ചെയ്തു പോയ സകല ലംഘനങ്ങളും പാപങ്ങളും കരുണയുള്ള പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹം മൂലം നിന്നാൽ ഞങ്ങൾ കൈക്കൊള്ളപ്പെടുവാൻ തക്കവണ്ണം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിന് ഒത്തവണ്ണം അവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും സത്യ സന്തോഷത്തിന്റെ പ്രകാശങ്ങളുടെ കൂടാരം ഞങ്ങൾ പ്രവേശിക്കുകയും അവിടെയുള്ള ആനന്ദ പരിപൂർണമായ സ്വർഗീയ മഴയിറങ്ങി ഞങ്ങൾ അർഹതയുള്ളവരായി തീരുകയും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്ക് നിന്റെ പിതാവിന്റെ പരിശുദ്ധമായി സ്തുതി സ്തോത്രം കലയിക്കുകയും ചെയ്യുമാറാകണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും വിശ്വസിച്ചിടുവിൻ പാപികളെ
വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം പരിഹാരമുള്ള ആനന്ദവും നൽകുമാറാണ്. നിന്റെ ശ്രേഷ്ഠയും നിന്റെ ദൈവത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത്ത് ഭാഗത്ത് മക്കളായ കുഞ്ഞാണ് കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. നമ്മുടെ വഴിയാത്ര അടുപ്പിരിക്കുന്നല്ലോ പക്ഷബലാത്മങ്ങൾ നമുക്കായി കരുതിയിട പാവനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാം. തിരുവിഷ്ടമ്പൂ മണ്ണാലെങ്ങനെ നീ മലഞ്ഞോ നിന്നാജ്ഞ ലംഘിച്ചിരടിയാ പാപം ചെയ്തതിനാ ഞങ്ങളെ നരകത്തിൽ കൈവടിയരുതേ നീ കരുണാവാരിയേ. ഉദിക്കും നേരത്ത് ഒരുങ്ങിയിരിക്കുന്നോ ആനന്ദിച്ചിടും ബഹുമതിയാതേനും വന്ദനവും സ്തുതിയും ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസ്യ യാത്രയെന്ന സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവിടെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ഇവരുടെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനപ്പെടുത്തണമേ. കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായ നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവളും അവകാശിയാകുന്നവരുടെ ആശയങ്ങൾ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യം അവകാശമായി അനുഭവിച്ചുകൊള്ളുന്നതിനുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരുമാനമാകണമേ. ആയതിപ്പോൾ എല്ലായ്പ്പോഴും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ഇരുന്നപ്പോൾ നീ ഞങ്ങളെ സൃഷ്ടിച്ചു നാഥാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാം. ജീവിതത്തിൽ ഓരോരുത്തൻ ചെയ്തിട്ടുള്ള പ്രവൃത്തിക്കു തക്കവണ്ണം എല്ലാവരും പ്രതിഫലം നൽകുന്നവൻ. രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ രാജരാജൻ തിരുസന്നിധിയിൽ നിന്നിടുന്നു. ആദരനാകും ദൈവത്തിനു മഹത്വവും
സുതനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും എന്നേക്കും. ആമീൻ ആമീൻ. ഉന്നതനായും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണദിവസം കൈപ്പുള്ള ദിവസമാകുന്നു. അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണദിവസമില്ലാമാകുന്നു. എന്നാൽ അത് യൗവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നില്ല എന്നുള്ള പ്രവാചകന്റെ വചനം നിവൃത്തിയായി. എല്ലാവരും അവരുടെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവരെയും തിരിച്ചെടുത്തതുകൊണ്ട് കഴിയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവരെല്ലാവരെയും അവർ രാജ്യമാശുപത്രി കാണുകയും ചെയ്യുന്നതുകൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. യേശു രക്ഷയായിട്ട് നടപടിയുടെ കാലത്ത് ഇപ്പോഴും
ഇപ്രകാരം സംഭവിച്ചു. സ്വർഗരാജ്യം നമ്മുടെ ദൈവഷ്ടികളെടുത്തു മണവാളിനെതിരേൽപ്പിന് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകുന്നു. എന്നാൽ അവർ 5 പേർ ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ബുദ്ധിയുള്ളവർ തങ്ങളുടെ ദൈവേഷ്ടകളെടുത്തു, എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ തങ്ങളുടെ ദൈവേഷ്ടകളോടുകൂടെ പാത്രങ്ങളിൽ എണ്ണ എടുത്തു. മണവാളൻ താമസിച്ചപ്പോൾ അവരെല്ലാവരും നിദ്രാമയക്കം പിടിച്ചുറങ്ങിപ്പോയി. പാതിരാത്രിയിലാ മണവാളൻ വരുന്നു, എതിരേൽപ്പിന് പുറപ്പെടുകയെന്ന് ആർക്കുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് തങ്ങളുടെ ദീപേഷ്ടകളെ തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്ത ബുദ്ധിയുള്ളവരോട്, ഇതാ നിങ്ങളുടെ ദീപേഷ്ടികൾ കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് ഞങ്ങൾക്കും തരുവീരെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ ഉത്തരമായിട്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായ്മ വരാതിരിപ്പാൻ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവരോടുകൂടെ മണവറയിൽ പ്രവേശിച്ചു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ മറ്റേ കന്യകമാരും, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും അറിയായികയാൽ നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ. നിങ്ങൾക്കെല്ലാം സമാധാനം ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തോട് ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ പ്രതിഭാഗ്യമായി ചൊല്ലണം. മരണത്തിന്റെ വേർപാടിന്റെ ആത്മാക്കളുടെ സമ്മേളനത്തിന്റെ ദൈവവും ഇവന്റെ മരണത്തിന്റെ അധികാരമായ ശിഹാദുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിവരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വിശുദ്ധമായ ശിഹാദുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോട് കൂടെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, രണ്ടാമത്തെ പുറപ്പെടുവാൻ നിന്റെ സകല വിശുദ്ധന്മാരോടുകൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ സന്തോഷപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രകാശമുള്ള കൊണ്ട് ഞങ്ങളെല്ലാവരെയും ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം കുരിയലായിസോ എന്ന ചൊല്ലണം. ദൈവാദിക ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകും. ഇപ്പോൾ കാണുവാൻ അവസരമാണ്. എല്ലാവരും കണ്ട ശേഷം തുടർന്ന് സിവിത്തിലെ ശുശ്രൂഷ ഇവിടെ വെച്ച് നടത്തുന്നത്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് ദൈവാദിക ശുശ്രൂഷയുടെ പൂർണ്ണമാകും. ഇപ്പോൾ കാണുവാൻ അവസരമാണ്. തുടർന്ന് സിവിത്തിലെ ശുശ്രൂഷ ഇവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത്. അല്പസമയം കാണുവാനുള്ള അവസരമാണ്.
മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് ഞങ്ങളുടെ വർഗത്തെ കുറിച്ച് അറിയിച്ചതിനാൽ ദൈവമേ, ഒടുവിലത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയോടെ ഈ ശരീരത്തെ മണ്ണിലെ കേൾപ്പിക്കുന്നു. സഹോദരനെ കാണാനായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ളിൽ എല്ലാ ദേവന്മാർ പ്രവേശിച്ചു. പല ദേവന്മാർ
പാർക്കുന്നുണ്ടാകും. അവരുടെ കാലുകൾ നാശത്തിലേക്ക് ഒഴുകും. അപ്പോൾ ഞാൻ അറിയുന്നു, കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ എന്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, നമ്മുടെ അവസാനം സൗമ്യമുള്ളവർ തന്റെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന് ഇതാവുന്നു അവസാനങ്ങളിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഭൂമി ശേഖരിക്കുന്ന എന്തിന്, ധനവാന്മാർ ധനത്തെപ്പറ്റി ആഗ്രഹിക്കും എന്തിന്, ഇതാവുന്നു അവസാനങ്ങളിൽ വിദ്വാൻമാരുടെ കൊടുക്കുന്നതിന്, ഇതാവുന്നു അവസാനങ്ങളിൽ ജ്ഞാനികൾ തന്നെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നു, ഇതാവുന്നു അവസാനങ്ങളിൽ അധികാരികൾ നമ്മുടെ ശക്തി നിഗളിക്കുന്നതിന്, ഇതാവുന്ന അവസ്ഥാനങ്ങളിൽ യവനക്കാരുടെ സാമർത്ഥ്യം ചാഞ്ചാടുന്നതിന്, ദൈവീക സതീകരണാലാവിതേ നിന്റെ കിരണങ്ങളോട് കൂടി വന്നു മനുഷ്യൻ താൽക്കാലിലാവുന്നു എന്നും അവന്റെ ദിവസങ്ങൾ ആയുപോലെ പോകുന്നു എന്നും പകലെ പുഷ്പം പോലെ വാടിപ്പോകുന്ന അവയെ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നൃത്തമായി മനുഷ്യരെ തിരിപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി, സകലത്തിന്റെയും ഉടനായ സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചുകളയരുതേ. നിന്റെ സ്നേഹത്തിന്റെ സ്ഥലത്തും ഞങ്ങളുടെ അടുത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജീവിപ്പിക്കുന്ന കർത്താവും
സർവ്വമായിട്ടുള്ള മാമോദീസ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് കുഞ്ഞുങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് സാധകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്നാമസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ഭൂമിയിൽ സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ഈ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുന്ന സമ്മതികളെല്ലാവരും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കപ്പെടും. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സർവസംസ്കൃത ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകും. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാണിക വഹിച്ച മാർത്തോമാ സർവീസ് വികാരിയും ബഹുമാനപ്പെട്ട ജൂബിലി ജോർജിന് പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാവരുള്ള നന്ദിയും സഭയിൽ പറയുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും തന്നെ ചായ ലഭിച്ചുകൊണ്ട് ശേഷം മാത്രമേ സ്നേഹം. അതുപോലെ പ്രതി അറിയിക്കൊണ്ട് അതായത് തിങ്കളാഴ്ച 1-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന നിരീക്ഷണം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും തന്നെ ഇത് അറിയിപ്പായി കണക്കാക്കി ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കും സ്നേഹത്തോടെ. ഈ സിനിമയിലുള്ള കാര്യങ്ങൾ ഇടവാ ചുമതലക്കാർ ഉത്തരവാദിത്തപ്പെട്ട നിർവഹിക്കുന്ന ബാക്കി എല്ലാവരും ചായ കൊടുക്കാൻ പോകും സ്നേഹത്തോടെ. എല്ലാവരും കൂട്ടം കൂടി നിങ്ങൾക്ക് യാതൊരാവശ്യം. ദേഹമെന്നോര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നോര കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി, പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ, എത്തുന്നേ ഞാനൻ നാഥന്റെ ചാരെ പിറ്റേന്നു പമോണർന്നിടാ.
ചോദിച്ചു. സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗേഹം തേടി ദൈവത്തോടു തുറങ്ങുവാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി, പിറ്റേന്നു പമോണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി? ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര. ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര. ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. ദുഃഖിതരേ സുപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ. അല്ലയോ മരണമേ, നീ സുന്ദരന്മാരെ വിരൂപികളാക്കുന്നു. സ്നേഹിതനുമൊത്ത് ഉല്ലസിക്കുന്നവനെ ദുഃഖിപ്പിക്കുന്നു. നിന്റെ അധികാരത്തെ നീക്കിക്കളഞ്ഞ് നീ ദുഃഖിപ്പിച്ചവരെ പ്രകാശത്താൽ സന്തോഷിപ്പിക്കുന്ന വരുവാനിരിക്കുന്ന തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവൻ ആകുന്നു. ശൂശാന പൂക്കൾ